നമുക്കാദ്യം തന്നെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഒരു സ്പീച്ച് കേൾക്കാം. എനിക്ക് തോന്നിയ ഒരു ചെറിയ സംശയമാണ്. കുറേ ദിവസങ്ങളായി അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ സംശയം ഒന്ന് തീർക്കണമെന്ന് വിചാരിച്ചത്. ഈ ചരിത്രത്തെ സ്തബ്ധമാക്കിയ അവാർഡ് എന്നൊക്കെ ചിലപ്പോൾ ചില അവാർഡുകളെക്കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നിശബ്ദമാക്കിയ അവാർഡ് എന്നൊക്കെ പറയുന്ന പോലെ വല്ലാതെ ചരിത്രത്തെയും കാലത്തെയും നിശബ്ദമാക്കിയ ഒരു അവാർഡാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളായ കൂടെ നിന്ന പണ്ടുണ്ടായിരുന്നവരൊക്കെ ആരൊക്കെയോ രാഷ്ട്രപതിക്ക് പരാതി അയക്കുന്നു എന്നും ഇത് കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുന്നു എന്നുമൊക്കെ വാർത്ത കണ്ടു. 129ഓളം ക്രിമിനൽ കേസുകളുള്ള ആളിന് ഇത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സുകുമാരൻ നായർ സാർ പറഞ്ഞത് ഈ പത്മ കൊടുപ്പും തുഷാറിൻ്റെ വരവും എല്ലാം കൂടെ ആയപ്പോൾ അതിനകത്തൊരു വശപ്പശക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പത്മഭൂഷൺ കിട്ടിയതിന് ശേഷം ആദ്യമായി അദ്ദേഹം നടത്തിയ ഔദ്യോഗിക പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിലും നമ്മൾ പറയുന്നതിലും പുള്ളി പറയുന്നതിലും ഒക്കെ ആയിട്ട് ഒരുപാട് വശപ്പശകുകളുണ്ട് എന്നതാണ് ഒരു സത്യം. ഇതേ കേട്ട് നോക്കൂ. അപ്രൂവ് ചെയ്തിരിക്കുന്നത് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. ഒന്നുകൂടെ ക്ലിയറായി പറയാൻ ക്രിസ്ത്യാനി വരെയാണ്. ഒരു ഐക്യത്തിന് വേണ്ടി ആരെ ഉപദ്രവിക്കാനല്ല, ആരുടെ അവകാശം പിടിക്കാനല്ല, ഇലക്ഷൻ വോട്ട് പിടിക്കാനുമല്ല, ഇലക്ഷൻ ഷണ്ടുമല്ല. ഇത് നേരത്തെ പ്രഖ്യാപിച്ച നയങ്ങൾ, ആ നയങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് പങ്കുചേരാവുന്ന പങ്കുചേരാം. അത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. ഈ ആശയമായി ചേരാവുന്ന ആർക്കും പലപ്പോഴും ഈ ആശയമായി ചേരാൻ പലപ്പോഴും നമുക്ക് മുൻപുള്ളത് മുസ്ലിം ലീഗിനോടാണ്, മുസ്ലിം സമുദായത്തോടില്ല, മുസ്ലിങ്ങളിലെ മറ്റ് സമുദായ സംഘടനകളില്ല, ലീഗിനോടുണ്ട്. അല്ല വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നവരെ, വെള്ളാപ്പള്ളിക്കാരെ, ശ്രീനാരായണീയരോടല്ല. ശ്രീനാരായണീയരും SNDPക്കാരും ഒക്കെ വേറെ, വെള്ളാപ്പള്ളിയരോടാണ് ചോദിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് എന്തിനാ ഈ ഐക്യത്തിൽ വരേണ്ടത്? എന്തിനാ? വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കുന്ന ഐക്യം നായാടി മുതൽ നസ്രാണി വരെയാണ്, ക്രിസ്ത്യാനി വരെ. അപ്പം നായാടി ബാക്കിയുള്ള ഓരോരോ വിഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പം യഥാർത്ഥത്തിൽ ഇത് സമുദായ ഐക്യമല്ലേ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത്? അതിൽ മുസ്ലിം ലീഗ് വരുന്നത് എങ്ങനെയാണ്? മുസ്ലിം ലീഗ് സമുദായമല്ലല്ലോ. മുസ്ലിം ലീഗ് ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി എടുക്കാതിരിക്കേണ്ടത് എപ്പോഴാണ്? എന്താ പറയേണ്ടത്? RJD മുതൽ കോൺഗ്രസ് വരെയുള്ള ഐക്യം BDJS ഉണ്ടാക്കുമ്പോഴല്ലയോ, അല്ലെങ്കിൽ SNDP ഉണ്ടാക്കുമ്പോഴല്ലയോ മുസ്ലിം ലീഗിനെ എടുക്കേണ്ടാത്തത്? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നിടത്തോളം കാലം മുസ്ലിം ലീഗിൽ ഇതിൽ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മുസ്ലിം ലീഗ് എന്ന് എടുത്തെടുത്ത് പറയുന്നത് എന്തിനാ വെള്ളാപ്പള്ളിയെ? എന്തോ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ? വെള്ളാപ്പള്ളി എടുത്ത് ആരെങ്കിലും ഒരു സംഗതി ഇങ്ങനെ എതിർക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചാവേറായി വെള്ളാപ്പള്ളി സാറ് മാറുന്നെങ്കിൽ ആ മാറുന്നതിന് മുമ്പ് ഒരു 10 പൈസയുടെ ചിന്ത വേണ്ടേ? വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ കൂട്ടാൻ അല്ലെങ്കിൽ കൂട്ടത്തില്ല എന്ന് പറയാൻ വെള്ളാപ്പള്ളി രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യം ഉണ്ടാക്കുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി ഉണ്ടാക്കുന്നത് സമുദായ ഐക്യമല്ലേ. അതിൽ വെള്ളാപ്പള്ളി തന്നെ പറയുന്നു ഏത് മുസ്ലിം സമുദായ സംഘടനകൾക്കും വരാം എന്ന് പറഞ്ഞാൽ സുന്നി സമസ്തയ്ക്ക് ചെല്ലാം, കാന്തപുര ഉസ്താദിൻ്റെ ഗ്രൂപ്പുകാർക്ക് ചെല്ലാം, ജമാഅത്ത് ഇസ്ലാമിക്ക് ചെല്ലാം, പിന്നെ മുജാഹിദ് സംഘടനകൾക്കെല്ലാം ചേരാം, പിന്നെ ദക്ഷിണയ്ക്ക് ചേരാം, തബ്ലീഗിന് ചേരാം. എല്ലാവരെയും വെള്ളാപ്പള്ളി സ്വീകരിക്കും. ആകെ സ്വീകരിക്കാത്തത് മുസ്ലിം ലീഗിനെ മാത്രമേ ഉള്ളൂ. അതിന് മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി ഒഴിവാക്കി എന്ന് ആവർത്തിച്ച് പറയണമെങ്കിൽ വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യം ഉണ്ടാക്കണം. എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ, CPMൻ്റെ, ബാക്കിയുള്ളവരുടെ വെള്ളാപ്പള്ളിയുടെ ഓടിയെത്തി വെള്ളാപ്പള്ളിയുടെ കശത്ത് കയറി ഇരുന്ന് തുല്യത പ്രഖ്യാപിച്ച ഞങ്ങളുടെ വഹാബുക്കാടെ INLൻ്റെ അടക്കമുള്ളവരുടെ ഐക്യം ഉണ്ടാക്കുമ്പോഴല്ലേ മുസ്ലിം ലീഗിനെ എടുക്കത്തില്ലെന്ന് പറയേണ്ടത്? എന്തൊരു പറച്ചിലാണ് വെള്ളാപ്പള്ളി ഇത് കിടന്നങ്ങ് മെഴുകി മറിയുവാണ്. സത്യത്തിൽ ശ്രീനാരായണീയരുടെയും കൂടെ നാണം കെടുത്തുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുകുമാരൻ നായർ സാറ് വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞ് വെള്ളാപ്പള്ളി മോനു ഈ വഴിക്കേ വരണ്ട, നിങ്ങളുടെ ഒരു സംഗതിയും വേണ്ട. പത്മയാണെങ്കിൽ കേസ് കൊടുക്കാൻ പോകുന്നു. പത്മ ആരാ? ഈ പത്മഭൂഷൺ എന്ന് പറയുന്ന അവാർഡ് ഇങ്ങനെ വാരിക്കോരിയെടുത്ത് എന്നെ എല്ലാവർക്കും കൊടുത്ത് എന്നെ അപമാനിക്കരുതെന്ന് പറഞ്ഞു.
അപ്പോഴാണ് വെള്ളാപ്പള്ളി സാറ് ഇവരെ എടുക്കത്തില്ലെന്ന് പറയുന്നത്. എടാ, ഇത് ചേരുംപടി ചേർക്കാനല്ലേ പറ്റുള്ളൂ. വെള്ളാപ്പള്ളി ഇപ്പോൾ ചേർത്തുണ്ടാക്കാൻ പോകുന്ന സാധനം ഇതിപ്പോൾ സാമ്പാറിനകത്ത് ഇറച്ചി ഇടത്തില്ലെന്ന് പറയുന്ന പോലെ. സാമ്പാറിനകത്ത് നമ്മൾ ഇറച്ചി ഇടാറില്ല. സാമ്പാർ വെക്കുമ്പോൾ ഇവിടുന്ന് ഇറച്ചി വരുന്നത്. അപ്പോൾ സാമ്പാറിനകത്ത് ഇറച്ചി ഇടത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഈ ഐക്യത്തിനകത്ത് മുസ്ലിം ലീഗിനെ കൂട്ടത്തില്ലെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെള്ളാപ്പള്ളി സാറിനോട് ആരാണ്ട് പറഞ്ഞ് മുസ്ലിം ലീഗിനെ കുറച്ച് ചീത്ത പറയണം. അങ്ങനെ പറഞ്ഞ് അവർ ഭരണത്തിൽ വരുന്നു എന്ന് പറയുന്നൊരു ധ്വനി ഉണ്ടായാൽ മറുവശത്ത് നായർ, ഈഴവ, പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയൊക്കെ നമുക്ക് ഒരുമിച്ച് അണിനിരത്താം. അണിനിരത്തുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ പറയണ്ട, മുസ്ലിം ലീഗിനെതിരെ പറയാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് വെള്ളാപ്പള്ളി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഐക്യത്തിനകത്ത് മുസ്ലിം ലീഗ് വരുത്തില്ല, പിന്നെ എന്തിനാ മുസ്ലിം ലീഗിനെ എടുക്കത്തില്ലെന്ന് വെള്ളാപ്പള്ളി പറയുന്നത്? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ തിരക്കഥയിൽ വെള്ളാപ്പള്ളിയൊക്കെ അൺഫിറ്റാണ് ഈ ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് ആരോടോ ഏറ്റിട്ടുള്ളത് കൊണ്ട് ആ പേരിങ്ങനെ ആവർത്തിച്ച് പറയുക. കഷ്ടമേ, മാപ്പ് ചോദിക്കുന്നു. പത്മഭൂഷണോടും മാപ്പ് ചോദിക്കുന്നു, ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളോടും മാപ്പ് ചോദിക്കുന്നു. സാക്ഷാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവും മഹാഗുരുവും ലോകത്തിൻ്റെ ഗുരുവുമൊക്കെയായി മാറേണ്ട ശ്രീനാരായണ ഗുരുദേവനോടും മാപ്പ് ചോദിക്കുന്നു. ഗുരുവേ മാപ്പ്.